മോർണിംഗ് പ്രിയപ്പെട്ടവരെ, ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞയും ഓറഞ്ചും നിറമുള്ള ക്യാമലിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉപയോഗിച്ചിട്ടുള്ളവർ ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്? ബാല്യ കൗമാരങ്ങളിൽ ആ മഞ്ഞ നിറവും ഓറഞ്ച് നിറവും ഒക്കെ ചേർന്ന് നിറം പതിഞ്ഞവർ ഇവിടെ ആരൊക്കെയുണ്ട്? എന്നാണ് ആദ്യമായിട്ട് ക്യാമലിന്റെ ഒരു ജോമെട്രി ബോക്സ് നിങ്ങൾക്ക് കിട്ടിയത്? അത് മറ്റേതെങ്കിലും ബോക്സ് ആയിരുന്നോ നിങ്ങൾ ഉപയോഗിച്ചിരുന്നത്? നിങ്ങളുടെ ജോമെട്രി ബോക്സ് കഥകൾ ഒരു കമന്റ് ആയിട്ട് ഇടാമോ? എന്താണ് ഇന്ന് ഇക്കാര്യം ചോദിച്ചെന്നല്ലേ? ക്യാമലിൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ തലവൻ സുഭാഷ് ദന്തേക്കർ ഇന്നലെ മരിച്ചുപോയി. 81 വയസ്സായിരുന്നു. മുംബൈയിലായിരുന്നു അന്ത്യം. ആദരാഞ്ജലികൾ. ഈ വാർത്ത കണ്ടപ്പോ എനിക്ക് എന്റെ ബാല്യ കൗമാരങ്ങളിൽ ആ ബോക്സും ആ മഞ്ഞയും ഓറഞ്ച് നിറവുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ വന്നു. നൊസ്റ്റാൾജി ഉണ്ടായി ഭയങ്കരമായി. തലമുറകൾ കൈമാറിയ ജോമെട്രി ബോക്സ് ഓർമ്മ വന്നു. केदारनाथ में देखिए 228 किलो सोने का घोटाला हो गया. आप पत्रकार लोग क्यों नहीं उठाते हो? വളരെ സ്തോഭജനകമായ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് ഇന്ത്യ ഉണരുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും 228 ഒരെണ്ണം മോഷണം പോയിരിക്കുന്നു എന്നാണ്. ഒരു ഭക്തനും ഇതൊന്നും കേട്ടിവിടെ ഞെട്ടുന്നില്ല. ആരുടെയും മതവികാരം വ്രണപ്പെടുന്നില്ല. ശങ്കരാചാര്യർ തന്നെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങളൊന്നും ഇത് അന്വേഷിച്ച് ഈ വിവരം പുറത്തു കൊണ്ടുവരാത്തത്? ആരന്വേഷിക്കാനല്ലേ? ഈ ശങ്കരാചാര്യർ ശരിക്ക് കൽക്കിയുടെ അവതാരമാണെന്ന് തോന്നുന്നു. നരേന്ദ്രമോദിയെയും കൊണ്ടേ പോകൂ എന്നാണ് തോന്നുന്നത്. ഈ വിഷയത്തിൽ കുറച്ചധികം വിശദമായിട്ടൊക്കെ തന്നെ പറയാനുണ്ട്. വിശദമായൊരു വീഡിയോ വേറെ വീഡിയോ ആയിട്ട് ഇടാം. മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയായിട്ട് കാണാത്തൊരു ദൃശ്യം എക്സിൽ ട്രെൻഡിംഗ് ആണ്. അനധികൃത നിർമ്മാണം പൊളിക്കുന്നു എന്ന പേരിൽ സംഭാജി രാജ ഛത്രപതി കയ്യേറ്റ ഒഴിപ്പിക്കൽ ക്യാമ്പയിൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ഗജാപൂർ ഗ്രാമത്തിലെ മസ്ജിദ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കുറെ മനുഷ്യർ ഒരു പള്ളി തകർക്കുന്ന വീഡിയോ ആണിത്. റാസ ജുമാ മസ്ജിദ്. എന്തുകൊണ്ടായിരിക്കും ഇതൊന്നും മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകാത്തതെന്ന് എനിക്കറിയില്ല. 50ഓളം പേര് കാവിഷാള്, കാവിക്കൊടി, കോടാലി, ചുറ്റിക, ജയ് ശ്രീറാം വിളികൾ. അക്രമാസക്തരാണവർ. ഖുറാനൊക്കെ നിലത്തെറിയുന്നതും കത്തിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം. മതഗ്രന്ഥം എടുത്തെറിയുന്നു, താഴികക്കുടം പൊട്ടിക്കുന്നു. എല്ലാവർക്കും ഇതൊക്കെ പച്ചയായി കണ്ടാൽ പോലും മിണ്ടാൻ ഭയമാണ്. ഒവൈസി മാത്രം പ്രതികരിച്ചു. ഒവൈസി പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6 തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ ടാഗ് ചെയ്തുകൊണ്ട് ഒവൈസി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പിൽ പറയുന്നത്, നിങ്ങളുടെ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു മസ്ജിദ് ഒരു കൂട്ടം ആളുകൾ ജനക്കൂട്ടം ആക്രമിക്കുന്നു. ഇത് നിയമവാഴ്ചയ്ക്കെതിരായ ആക്രമണമാണ്. പക്ഷെ നിങ്ങളുടെ സർക്കാരിന് ഇതിലൊന്നും ആശങ്കയില്ല. ആൾക്കൂട്ടങ്ങളെയും അവരുടെ രക്ഷാകർതൃത്വവും പിന്തുണയും ഒക്കെ നൽകുന്ന രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടികളെയും തടയാൻ മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങൾ ബാലറ്റിലൂടെയാണ് മറുപടി നൽകേണ്ടത്. ഇനി ഒവൈസിയുടെ പാർട്ടിയെ തിരഞ്ഞെടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു 100-200 പേരടങ്ങുന്ന ജനക്കൂട്ടം മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയും അവരുടെ പണവും ആഭരണങ്ങളും ഒക്കെ കൊള്ളയടിക്കുകയും ചെയ്തു എന്നൊക്കെ ആരോപണങ്ങൾ എക്സിൽ കാണുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഭയമാണ്. അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വീണ്ടും വളരെ പാവപ്പെട്ട 250 പേരുടെ വീടുകൾക്ക് മുകളിൽ ഒരു പുലർച്ചെ അവർ ഉറക്കമുണരുന്നതിന് മുമ്പ് ബുൾഡോസർ കയറിയിറങ്ങി. അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് പോലും മുൻകൂട്ടി നൽകാതെ അവരെ അറിയിക്കാതെയാണ് വീടുകൾ പൊളിച്ചു കളഞ്ഞത്. 2 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 1.5 ലക്ഷം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു എന്നാണ് കണക്ക്. അത്രയും പേർ കുടുംബമായി ഏകദേശം ഒരു 7.5 ലക്ഷം പേര് തെരുവിൽ അലയുമ്പോഴാണ് 5000 കോടിയുടെ അംബാനി കല്യാണത്തിൽ പോയി നരേന്ദ്രമോദിയും കൂട്ടരും ആടിപ്പാടുന്നത്. അതുകൂടാതെ ഒരു പതിവ് വാർത്തയായിട്ട് മാറിയ ബീഹാറിൽ ഇന്നലെയും ഒരു പാലം തകർന്നു. ഒരു മാസത്തിനുള്ളിൽ തകരുന്ന 14ാമത്തെ പാലമാണിത്. മരണം മുഖാമുഖം. എന്റെ മരണപ്രാളം പോലെ ഞാൻ അവിടെ മാതൃപ്പിതൃ പരമ്പരയിൽപ്പെടുന്ന സകല ആൾക്കാരെ അതിനകത്ത് വെച്ച് കാണുന്നു പറയും പോലെ ആയിപ്പോയി. അവൻ ഭയം കൂടി വന്നു. ഇന്നലെ കേട്ടപ്പോ ഞെട്ടിപ്പോയ മറ്റൊരു വാർത്തയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ലിഫ്റ്റിനുള്ളിൽ ഒരു രോഗിയായ ഒരാൾ, ഒരു ഓർത്തോ പേഷ്യന്റ് ആയ ഒരു മനുഷ്യൻ, നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരനായ രവീന്ദ്രൻ നായർ 1.5 ദിവസം കുടുങ്ങിക്കിടന്നു എന്നൊരു വാർത്ത. എന്നിട്ട് ആരും അതറിഞ്ഞില്ല എന്നൊരു വലിയ വാർത്ത. ലിഫ്റ്റ് പകുതിയിൽ വെച്ച് നിന്നു പോയിട്ടും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ആ സ്ഥാപനത്തിൽ ഒരാളുണ്ടായിരുന്നില്ല. ആരെങ്കിലും കുടുങ്ങിപ്പോയാൽ പുറത്തേക്ക് അറിയിക്കാനുള്ള പല ലിഫ്റ്റിലും പല സാധനങ്ങളുണ്ടാവും. അലാറം ഉണ്ടായിരുന്നില്ല, എമർജൻസി ബെല്ലില്ല, ഫോണില്ല, CCTV ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ആ ലിഫ്റ്റിൽ. ആശുപത്രിയിൽ പോലും ജീവന് സുരക്ഷിതത്വം ഇല്ലാത്തൊരു ഭീകര ലോകമാണിത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം. ജോയി ആ മാലിന്യത്തിൽ വീണ് മരിച്ചുപോയി. ജോലിക്ക് ആദരാഞ്ജലികൾ. തിരുവനന്തപുരത്ത് നിന്ന് വന്ന 2 വാർത്തയും ഹൃദയം കിടുക്കി വിറയ്ക്കുന്നതാണ്. വീണ്ടും ഒരു പള്ളി കൂടി അമ്പലമായി മാറാൻ പോവുകയാണ്. മുൻപ് ഞാൻ ഈ വിഷയത്തിൽ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഭോജ്ശാല കമാൽ മൗല മസ്ജിദിനുള്ളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് സർവേയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പുരാവസ്തു വകുപ്പ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു.
ദൈവ ശില്പങ്ങൾ, സംസ്കൃത ലിഖിതങ്ങൾ, തൃശൂലത്തിന്റെ ചിത്രങ്ങൾ, വാസ്തുവിദ്യയുടെ അവശിഷ്ടങ്ങൾ, ശില്പ ശകലങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങളുള്ള ലിഖിതങ്ങളുടെ വലിയ സ്ലാബുകൾ, തൂണുകളിലെ നാഗകർണിക ലിഖിതങ്ങൾ എന്നിവയൊക്കെ കണ്ടെത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഏകദേശം 94 ഹിന്ദു ദൈവങ്ങളുടെ വിവിധ ചിത്രങ്ങൾ കണ്ടെത്തിയെന്നും ഇവ മുൻപ് ഒരു ക്ഷേത്രമായിരുന്നതിന്റെ സൂചനകൾ നൽകുന്നതാണ് എന്നൊക്കെയാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. ഹിന്ദുക്കൾ സംരക്ഷിത സമുച്ചയത്തെ വാഗ്ദേവി സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമായി കാണുന്നു. മുസ്ലിം മതവിശ്വാസികൾ അതിനെ കമൽ മൗല പള്ളിയുടെ അവരുടെ മസ്ജിദായി വിശ്വസിച്ച് പോരുന്നു. വലിയ തർക്കം നടക്കാൻ പോവുകയാണ്. 1991 ആരാധനാലയ നിയമത്തിനൊന്നും ഒരു വിലയും ഇല്ലാത്ത പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം അതേപോലെ തന്നെ നിലനിർത്തണമെന്നും ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരിവർത്തനം ഇതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റുന്നതൊക്കെ നിരോധിക്കുന്ന ഒരു നിയമമാണിത്. ഇതനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം നിലവിലുണ്ടായിരുന്നത് പോലെ തന്നെ തുടരുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. പിന്നെ എന്തിനാണ് എല്ലാ പള്ളികളും ഇങ്ങനെ കുഴിച്ച് ക്ഷേത്ര അവശിഷ്ടങ്ങൾ തിരഞ്ഞിവർ നടക്കുന്നത്? ഇതിനൊരു അവസാനമില്ലേ ശരിക്ക്? ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായി എല്ലാ മാധ്യമങ്ങളിലുമുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. രാജ്യസഭയിൽ നിലവിൽ BJPക്ക് ഭൂരിപക്ഷം ഇല്ല എന്നൊരു വാർത്തയാണിത്. 245 അംഗ രാജ്യസഭയിൽ നിലവിൽ BJPയുടെ 86 അംഗങ്ങളടക്കം NDAക്ക് 101 അംഗങ്ങളാണുള്ളത്. നിലവിൽ സഭയിൽ 225 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ 113 അംഗങ്ങൾ വേണം. കോൺഗ്രസിന് 26, തൃണമൂൽ കോൺഗ്രസിന് 13 എന്നിവരൊക്കെ അടക്കം പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് നിലവിൽ 87 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി രാജ്യസഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുക ബജറ്റ് സമ്മേളനത്തിന് ശേഷമാണ്. അപ്പൊ ഈ ഒരു സമ്മേളനത്തിൽ BJPക്ക് ഭൂരിപക്ഷമില്ല. രാജസ്ഥാനിൽ KC വേണുഗോപാൽ ഒഴിഞ്ഞ സീറ്റൊക്കെ BJP പിടിക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ വലിയ പ്രശ്നമില്ല BJPക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബജറ്റ് സമ്മേളനത്തിന് അവർക്ക് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടാവില്ല. എന്നാൽ അത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്ന ഞെട്ടിഞ്ഞെടുക്ക് വിദ്യകൾ അവർക്കറിയാലോ. വെടികൊണ്ട് ഇത് ട്രംപിനാണ്. പക്ഷെ അതിന്റെ അനുരണനങ്ങൾ അമേരിക്കയിലല്ല, ഇന്ത്യയിലാണ് നടക്കുന്നത്. നടിയും MP-യും BJP-കാരിയുമായ കങ്കണ റണാവത്ത് പറയുന്നത് 80 വയസ്സായ ട്രംപ് വെടിയുണ്ട ശരീരത്തിൽ തുളഞ്ഞു കയറിയപ്പോഴും അമേരിക്ക ജയിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ട്രംപ് ജയിക്കട്ടെ എന്നൊരു ആശംസ ഇട്ടുണ്ട്. എന്ത് പിണ്ണാക്കാണിതെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രംപിന്റെ കണ്ടൊരു വീഡിയോയിൽ ആരുടെ ശരീരത്തിലാണ് അല്ലെങ്കിൽ ഉണ്ട കയറിയത്, ഞാൻ കണ്ട വീഡിയോയിൽ ട്രംപ് ഉണ്ട വരുന്നത് കാണുമ്പോൾ തന്നെ കുനിഞ്ഞ് നിലത്തോട്ട് ഇരിക്കുന്നു. അപ്പോഴേക്കും വലത്തെ ചെവിയിൽ ഒരു ചെറിയ മുറി വന്ന് കുറച്ച് ചോര വന്നു. അത് കഴിഞ്ഞ് വെടിയും പുകയും ഒക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് ഒരു Fൽ തുടങ്ങുന്ന 4 അക്ഷരമുള്ള ഒരു വേർഡ് തുടർച്ചയായി പറയുന്നതാണ് ഞാൻ കേട്ടത്. ആ വേർഡ് പറഞ്ഞ യൂട്യൂബ് ചിലപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്യും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൂടാതെ കൃഷ്ണഭക്തരുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇസ്കോണിന്റെ അവകാശവാദം കേട്ട് ട്രംപ് പോലും ചിരിച്ചു പോയെന്നാണ് കേൾക്കുന്നത്. ട്രംപിനെ വധശ്രമത്തിൽ നിന്ന് രക്ഷിച്ചത് സാക്ഷാൽ ജഗന്നാഥനാണത്രേ. ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ തന്നെ ജഗന്നാഥിന് പിടിപ്പത് പണിയുണ്ട്, ഇരിക്കാൻ പോലും പറ്റുന്നില്ല. നരേന്ദ്രമോദി വിളിക്കുമ്പോ ഓടിച്ചെല്ലണം. അതുകൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരെ നയിക്കണം, മേൽനോട്ടം നിർവഹിക്കണം. ഇപ്പൊ BJPയെ ബദ്രീനാഥിൽ തോൽപ്പിച്ചു, അയോധ്യയില് തോൽപ്പിച്ചു. ഇവിടെ തന്നെ പിടിപ്പത് പണിയുണ്ട് ജഗന്നാഥിന്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിന്ന നിപ്പില് വെടിയുണ്ടയൊക്കെ തടുക്കാൻ വേണ്ടി അമേരിക്കയിലൊക്കെ പറന്ന് പായാൻ വേണ്ടി ജഗന്നാഥിന് കഴിയുക? കൈകേയിക്ക് ദശരഥൻ വരം കൊടുത്ത പോലത്തെ ലോങ് ടേം ഏർപ്പാടാണ് ഇതെന്നാണ് പറയുന്നത്. 1976 ജൂലൈയിൽ ന്യൂയോർക്കിൽ നടന്ന രഥയാത്രയ്ക്കായി രഥം നിർമ്മിക്കാൻ വലിയൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്ന ഇസ്കോൺ ഭക്തർക്ക് ഡൊണാൾഡ് ട്രംപ് ആണ് തന്റെ ട്രെയിൻ യാർഡ് സൗജന്യമായി നൽകിയത്. ഇന്ന് രഥയാത്രാ ഉത്സവത്തിന്റെ വേളയിൽ ഭഗവാൻ ജഗന്നാഥൻ ട്രംപിന് പ്രത്യുപകാരം ചെയ്തു എന്നാണ് കൊൽക്കത്ത ഇസ്കോൺ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റായ രാധാറാം ദാസ് പറയുന്നത്. അന്ന് ട്രംപിന് 30 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇപ്പൊ 81 ആയല്ലോ. സംഭവം ശരിയാണെങ്കിൽ ഇത്രയും കാലം ഇക്കാര്യം ഓർത്തു വെച്ച് തക്ക സമയത്ത് ട്രംപിനെ രക്ഷിച്ച ജഗന്നാഥൻ ഇന്ത്യയെയും നരേന്ദ്രമോദിയിൽ നിന്ന് രക്ഷിക്കുമായിരിക്കും അല്ലേ? ഫേസ്ബുക്കിലെ കടിപിടി അങ്ങനെ മെല്ലെ മെല്ലെ മണ്ണിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഈ സംഖ്യകളുടെ പല കമന്റുകളും ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു 10 ശരിക്കുള്ള മനുഷ്യര് അവർക്ക് 10,000 ഫേക്ക് ID ഉള്ള പ്രത്യേകതരം ജീവികൾ എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പാലക്കാട് BJPയുടെ മുൻ കൗൺസിലർ കുന്നത്തൂർ മേട്ടിലെ SP അച്യുതാനന്ദന്റെ വീടിന് നേരെ വലിയൊരു ആക്രമണം നടന്നു. അന്വേഷിച്ച് പോയപ്പോൾ ആക്രമണം നടത്തിയത് BJPക്കാർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. 5 BJPക്കാരെ അറസ്റ്റ് ചെയ്തു. അമ്മേ, കാര്യം എന്താണെന്നറിയാമോ? ഫേസ്ബുക്കില് ഇയാള് അച്യുതാനന്ദൻ ഇട്ട ഒരു പോസ്റ്റിൽ പ്രകോപിതരായ മറ്റ് BJPക്കാരാണ് വീട്ടിൽ കയറിയിട്ട് ഈ ആക്രമണമൊക്കെ നടത്തിയതും പിയർക്കുപ്പിയെറിയും ആക്രമാന്തരീക്ഷം ഉണ്ടാക്കിയത്. BJPക്കാർക്ക് പോലും പ്രകോപനം ഉണ്ടാക്കുന്ന എന്ത് പോസ്റ്റ് ആയിരിക്കും ആ പുള്ളിട്ട്? എന്തെങ്കിലും ആവട്ടെ, 1-2 ഇവര് തമ്മിൽ തല്ലി തീർന്നു കിട്ടിയ അത്രയും നല്ലത്. അവരായി അവരുടെ പാടായി, നമുക്കിതിൽ കാര്യമൊന്നുമില്ല.
നമ്മളിതിലില്ല. ഇന്നലെ ഇന്ത്യ ടുഡേ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ രാത്രി BJP IT സെൽ തലവൻ അമിത് മാളവ്യ വളരെ മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കൊല്ലപ്പെട്ടത് അവരെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. അത് എക്സിൽ വലിയ വിവാദമായിട്ടുണ്ട്. And before the Congress claims that their own leaders have got assassinated, I want to remind them that they were assassinated for political decisions that they took. രാഷ്ട്രീയ കൊലപാതകങ്ങളെ പച്ചയ്ക്ക് ന്യായീകരിക്കുകയാണ് അമിത് മാളവ്യ ചെയ്യുന്നത്. ഇവരൊക്കെ കൊല്ലപ്പെട്ടത് ശരിയായി, സ്വന്തം കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് പച്ചയ്ക്ക് ഒരു ചാനൽ ചർച്ച വന്നിരുന്നു പറയുകയാണെ. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിലായിരുന്നു എന്ന് BJP ഇൻഡയറക്റ്റ് ആയി പലപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പോ അദ്ദേഹത്തിനൊക്കെ ബാധകമായിരിക്കുമല്ലോ, അങ്ങനെ ന്യായീകരിക്കുന്തോ. ഇത്രയുമൊക്കെ നടന്നിട്ടും ആങ്കറായ രാഹുൽ കൻവാൾ ഇതിലൊന്നും ഇടപെടാതെ പരമാവധി തോന്നിയ ദിവസം പറയാൻ അമിത് മാളവ്യക്ക് അവസരം നൽകി. എന്തൊക്കെ കണ്ടാലും കേട്ടാലുമാണ് നമ്മുടെ ഒരു ദിവസം തീർന്നു കിട്ടുക. പള്ളി പൊളിക്കൽ മുതൽ ബുൾഡോസർ രാജ് തൊട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കൽ വരെ എന്തൊക്കെ കാണണം. നമ്മുടെ വിധി അല്ല എന്താ പറയുക അല്ലേ. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം.